ഹായ് ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പഴയ തുണിയിലാണ്. അധികം പഴയ തുണിയൊന്നുമല്ല, ഇത് ഏതോ ഒരു സാരീൻ്റെ മേലെങ്ങാനുണ്ടായിരുന്ന ഒരു പീസ്, ചെറിയൊരു പീസാണ്. അപ്പോൾ ഇത് നീളത്തിലുള്ള ഒരു പീസാണ്. അപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ട് നമ്മളൊരു കുട്ടി ഫ്രോക്ക് അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം ചെറിയ കുട്ടിയുള്ള ഫ്രോക്കാണ്. അപ്പോൾ ന്യൂ ബോൺസ് ആ ഒരു അളവിലൊക്കെ വരുന്നൊരു ഫ്രോക്കാണ്. അപ്പോൾ എനിക്ക് അറിയില്ല, തയ്യൽ നല്ല രീതിയിൽ അറിയില്ല, എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടൊക്കെ അടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ക്ലോത്ത് നാലായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ നീളത്തിലുള്ള ഒരു പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു നീളത്തിൽ തന്നെ ഇതേപോലെ ജസ്റ്റ് 2 മടക്കാക്കി ഇതേപോലെയാണ് നമ്മൾ 4 മടക്കാക്കി കൊടുക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ അളവൊക്കെ രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇതേപോലെ നമ്മൾ 4 മടക്കാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അളവുകളൊക്കെ, അതായത് നെക്കും നമ്മുടെ ആ ഒരു ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തണമല്ലോ, അതൊക്കെ അടയാളപ്പെടുത്തുകയാണ്. ഇതൊരു പൊന്തുന്ന ടൈപ്പ് തുണിയായതുകൊണ്ട് തന്നെ നന്നായിട്ട് വിരിച്ചിടാനായിരുന്നു. അപ്പോൾ നന്നായിട്ട് വിരിച്ചിട്ടിട്ട് ജസ്റ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്തൊക്കെ കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ അളവൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഫസ്റ്റ് നമ്മളുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗം അടയാളപ്പെടുത്തി കൊടുത്തു. അപ്പോൾ നെക്കിൻ്റെ ഭാഗം എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ അകലം, അതായത് ആ ഒരു അകലം വരുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ അത് 2 മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ ഒരു ക്ലോത്തിൻ്റെ നീളം, നമുക്ക് ഉടുപ്പിൻ്റെ ആ ഒരു മേലത്തെ ഭാഗമാണ് ഇത് അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നീളം നമ്മൾ എടുത്തിട്ടുള്ളത് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് നീളം. അതേപോലെ തന്നെ വീതി എന്ന് പറയുന്നത് 4.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് അതിൽ കൂടുതലുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൈക്കുഴിയൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി, റെക്കോർഡായിട്ടില്ലായിരുന്നു. അപ്പോൾ കൈക്കുഴി എന്ന് പറയുന്നത് വീതിയിൽ അവിടെയായിട്ടാണ് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തി. അപ്പോൾ ഇതിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 9 ഇഞ്ചായിരുന്നു. വീതി ആകെ ഉണ്ടായിരുന്നത് 4.5 ഇഞ്ചാണ്. ഷോൾഡർ അടയാളപ്പെടുത്തി അതിൻ്റെ താഴെയായിട്ട് നമ്മൾ 3.5 ഇഞ്ച് കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈക്കുഴീൻ്റെയും അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ നമ്മൾ അരയിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വളച്ച് വരച്ചിട്ടുണ്ട്. കാരണം അത് നമുക്ക് കഴുത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ റൗണ്ട് നെക്കാണല്ലോ, റൗണ്ട് നെക്കാണ്. അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ റൗണ്ടായിട്ട് കിട്ടേണ്ടതിനെ കൊണ്ട് അവിടെയൊക്കെ നമ്മൾ അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്യാൻ പോകുന്നതാണ്. ആ ഒരു ഷേപ്പിൽ നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഭാഗങ്ങൾ വീഡിയോയിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ജസ്റ്റ് ആ ഒരു മാർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ കൈക്കുഴീൻ്റെയും അതേപോലെ തന്നെ ഷോൾഡറിൻ്റെയും ആ കോണിലായിട്ട് നമ്മൾ അരയിഞ്ച് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന ടൈമിൽ മനസ്സിലാവും എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ശരി, ഇപ്പോൾ ഈ തുണി കട്ട് ചെയ്യുമ്പം ഇങ്ങനെ നീക്കിയിട്ടാണ് കട്ട് ചെയ്തത്. നീക്കിയിട്ടല്ല, നമ്മൾ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. ശരിക്കും അങ്ങനെ വെക്കാൻ പാടില്ല, തറയിൽ വെക്കണം. തറയിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടോ, ഇതേപോലെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ അവിടെയായിട്ട് നമ്മളിത് റൗണ്ടായിട്ടാണ് വെട്ടേണ്ടത്. അപ്പോൾ നമ്മൾ സ്ക്വയർ ആയിട്ടാണല്ലോ ആദ്യം വരച്ചത്, കോണ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കോണിൻ്റെ ഇടയിലായിട്ട് ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു വര വരച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ ഇങ്ങനെ കുഴിച്ചിട്ടൊന്ന് വരച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കൈക്കുഴീൻ്റെ അവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ പെറ്റിക്കോട്ട് മോഡൽ ആ ഒരു ടൈപ്പ് ഫ്രോക്കാണ്. അപ്പോൾ ഈ ഒരു തുണി കണ്ട ടൈമിൽ എനിക്ക് തോന്നി ഇങ്ങനെ അടിച്ചാലും തോന്നി. അങ്ങനെ ആ ഒരു ഐഡിയയിലാണ് പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നിവർത്തുന്നില്ല. കാരണം നമുക്ക് ജസ്റ്റ് ആ ഒരു നെക്കിൻ്റെ അവിടെ വരുന്ന ചെറിയൊരു കട്ട് പീസ് വേണമല്ലോ. കാരണം ഇത് ലൈനിങ് ഒന്നും ഇല്ലാണ്ട് അടിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കട്ട് പീസ് വേണം, ചെറിയൊരു പീസ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒരു തുണി 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു പീസിൻ്റെ തന്നെ ബാക്കിയാണ്. എന്നിട്ട് അത് ആ ഒരു നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു സംഭവം നമ്മൾ ഇതിൻ്റെ മേലെ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു കഴുത്തിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ ജസ്റ്റ് ഇതേപോലെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ 4 പീസായിട്ട് മടക്കിയതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യുമ്പം അത് രണ്ട് പീസായിട്ട് കിട്ടും. അപ്പോൾ ഇതാ അതേപോലെ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തായിട്ട്, അതായത് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് വരക്കേണ്ടത്. അപ്പുറത്തെ സൈഡിൽ വരക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ചെറുതായി പോവും. അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം വരച്ചതിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ടാണ്, അതേ ഷേപ്പിൽ തന്നെ വരക്കണം. അതിൻ്റെ മുന്നിലായിട്ട് വരച്ചാൽ നമുക്ക് അടിക്കുന്ന സമയത്ത് ആ ഒരു സംഭവം ചെറിയതായി പോകും. അപ്പോൾ ആ ഒരു നെക്കിൻ്റെ പീസിൻ്റെ അതേ അളവ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ബാക്കിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 പീസ് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നിവർത്തുന്ന ടൈമിൽ ഇതാ 2 പീസ് നമുക്ക് റെഡിക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ, ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു ഭാഗം എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നിവർത്തി നോക്കുന്നുണ്ട്. ആ ഒരു ഉടുപ്പിൻ്റെ മേലത്തെ ഭാഗമാണിത്, യോക്കിൻ്റെ ഭാഗം. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കട്ട് പീസ് അതിൻ്റെ മേലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ആ ഒരു ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, ഉടുപ്പിൻ്റെ ആ ഒരു ഭാഗം വേണമല്ലോ, ആ താഴത്തെ ഒരു ചുരുക്ക് വരുന്ന ഭാഗം. അപ്പോൾ അതിന് അളവെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് നമ്മൾ ഈ ഒരു അരവണ്ണം നോക്കുന്നുണ്ട്. അപ്പോൾ അരവണ്ണം
10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ അരവണ്ണം വരുന്ന ടൈമിൽ നമുക്ക് വേണ്ടത് 40 ഇഞ്ചോളം തുണി വേണം, ആ ഒരു ചുരുക്ക് വരുന്ന ആ ഒരു പാവാട പോലെ വരുന്ന താഴത്തെ ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ 4ആക്കിയിട്ട് മടക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ അളവ് നോക്കിയ ടൈമിൽ 14 ഇഞ്ചായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കാം. അത്യാവശ്യം എന്തായാലും ചുരുക്കമൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു ഐഡിയയിൽ ഞാൻ അടിക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ നേരത്തെ ആ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഫ്രോക്കിൻ്റെ യോക്കിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കട്ട് പീസ് നമ്മൾ ഇതിലേക്ക് വെച്ച് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അടിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെയാണ് അടിക്കുന്നത്. നമ്മൾ ജസ്റ്റ് രണ്ടിൻ്റെ നല്ല വശങ്ങൾ ഇതേപോലെ ചേർത്ത് വെക്കുന്നുണ്ട്. നെക്കിൻ്റെ അവിടെയായിട്ട് ഇതിങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു അടിപ്പ് അടിക്കുകയാണ്. ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ മാത്രമാണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇഞ്ചോ അര ഇഞ്ചോ ഒന്നും വിടുന്നില്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെ മേലെ കൂടെ തന്നെ അടിച്ചു കൊടുക്കുകയാണ്, ചെറിയൊരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ. ഇതേപോലെ അത് ഫുള്ളായിട്ട് നമ്മൾ റൗണ്ടായിട്ട് ഇതേപോലെ അടിച്ചെടുക്കുന്നുണ്ട്. അത് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയല്ല, ജസ്റ്റ് കത്രിക കൊണ്ട് ഇങ്ങനെ കുഞ്ഞി കട്ട് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് അവിടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഇഞ്ചിൻ്റെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ 2 ഇഞ്ചിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ ഇതേപോലെ കട്ടിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതേപോലെ ആ ഒരു കട്ട് പീസും ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഭാഗം കൂടെ നിവർത്തുന്ന ടൈമിൽ ഈ ഒരു വിടവാണ് നമുക്ക് കിട്ടുക. ആ ഒരു വിടവിലേക്ക് നമ്മൾ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു വിടവിൽ കട്ട് പീസിൻ്റെ ഭാഗത്തായിട്ടാണ്, ആ ഒരു വിടവിലല്ല, ആ ഒരു വിടവ് കഴിഞ്ഞിട്ട്, അതായത് നേരത്തെ വന്ന സ്റ്റിച്ചിൻ്റെയും അതിൻ്റെ ഇടയിലായിട്ട് ആ ഒരു കട്ട് പീസിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതേപോലെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പതിച്ചടിക്കുകയാണിത്. അപ്പം ജസ്റ്റ് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അത് ചെയ്യുന്നത്. അപ്പം അത് ഇതേപോലെ നന്നായിട്ട് ആ ഒരു സംഭവം ഉള്ളിലാക്കിയിട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. അതങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ആ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളിലാക്കി കൊടുക്കുകയാണ്. കാരണം ഉള്ളിലാക്കിയിട്ടാണല്ലോ നമുക്ക് നെക്കിൻ്റെ അവിടെ നല്ല ഒരു രീതിക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉള്ളിലാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗങ്ങളൊന്നും പുറത്ത് ഇനി കാണില്ല. നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റിച്ചോ അതിൻ്റെ ഒരു ഭാഗങ്ങൾ പോലും ഇനി പുറത്ത് കാണില്ല. അതിന് വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഉള്ളിലാക്കി കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ നഖം കൊണ്ട് ഇതേപോലെ പ്രസ് ചെയ്ത് വലിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും നെക്കിൻ്റെ ആ ഒരു ഭാഗം. ഇനി നമ്മൾ ആ ഒരു ഭാഗം അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇതേപോലെ ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു അറ്റം നന്നായിട്ട് അടിച്ച് സെക്യൂർ ചെയ്യാണ്. അപ്പോൾ ഇതാ ആ ഒരു അടിപ്പ് കൂടെ കൊടുക്കുകയാണ്. നമ്മൾ ഫുള്ളായിട്ട് റൗണ്ട് കഴുത്തിൻ്റെ ആ ഭാഗം ഫുള്ളായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതാ ആ ഒരു അടുപ്പ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അടുപ്പ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ലുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ലുക്ക്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു കട്ട് പീസിൻ്റെ ഭാഗം അത് ഉള്ളിലേക്ക് മടക്കിയിട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ നല്ലൊരു നീറ്റ്നസ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഭാഗം വരെ അങ്ങനെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഇതേപോലെ മടക്കുന്നു, അടിക്കുന്നു. അപ്പോൾ ഈ ഒരു കട്ട് പീസ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര പാടാണ്. ഞാൻ അങ്ങനെയൊക്കെ അടിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് അടിക്കുന്നതൊന്നും കൂടുതലായിട്ട് വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോവും. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ അടിച്ചിട്ട് തിരിച്ചിട്ടപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ 2 പീസും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 2 പീസും. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ രണ്ടും കൂട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രണ്ട് ഉടുപ്പിൻ്റെ ആ ഒരു മേലത്തെ 2 വശങ്ങളും നല്ല വശങ്ങളും ചേർത്ത് വെച്ചിട്ട് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം അടിച്ചെടുക്കുന്ന ടൈമിൽ ഏകദേശം ഒരു അര ഇഞ്ചോളം മുകളിൽ വിട്ടിട്ടാണ് നമ്മൾ ആ ഒരു അടിപ്പ് കൊടുക്കുന്നത്. ഷോൾഡറിൻ്റെ ഭാഗം അടിക്കുന്ന ടൈമിൽ നമ്മൾ 2-3 അടിപ്പ് അടിച്ചിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അടക്കി പോരല്ലോ ഉടുപ്പ് പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു തുന്നി വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം അത് അടിച്ചു കൊടുത്തു. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടിച്ചു കൊടുക്കേണ്ടത് നമുക്ക് ഈ ഒരു കൈയിൻ്റെ ആ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഇതൊരു സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കൈയും അതൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കൈയിൻ്റെ ഭാഗം കൂടെ നമ്മൾ ഉള്ളിലേക്ക് മടക്കി അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൈയിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം ചെയ്തതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു കട്ട് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ഭാഗവും നമ്മൾ കൈൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇതായിരുന്നു ലുക്ക്. ഇനി നമുക്ക് ആ ഒരു പ്ലേറ്റ് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തുണീൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു 12 ഇഞ്ചോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെങ്ത്തൊക്കെ ആവശ്യമുള്ളവർക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒക്കെ എടുക്കാം. അപ്പോൾ 12 ഇഞ്ച് ഉണ്ടായിരുന്നു ഏകദേശം ആ ഒരു അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കുക. ഇനി നമ്മളതിൻ്റെ ഒരു ഭാഗം ഇതേപോലെ കൂട്ടി അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് നമ്മുടെ കൈക്കുഴീൻ്റെ അവിടെ നിന്നായിട്ട് ഇതേപോലെ അതിന് ആ ഒരു ഭാഗം നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം നമ്മൾ അടിക്കുന്നില്ല, ഒരു ഭാഗം തൽക്കാലം ആ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷമാണ് അടിച്ചെടുക്കുന്നത്. അത് അടിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പ്ലേറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ അതിൻ്റെ ഉടുപ്പിൻ്റെ നല്ല വശവും അതേപോലെ തന്നെ ഈ ഒരു പ്ലേറ്റിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പ്ലേറ്റ് ഇടുന്നതിന് ഇതിന് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും വെച്ചിട്ടില്ല, കാരണം നമ്മൾ തുണി തികയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്
ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തതാണ്. അതിന് എത്ര ഗ്യാപ്പ് അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് ഇതേപോലെ ഏകദേശം ഒരു 2 ഇഞ്ചോളം വിട്ടിട്ടാണ് ഞാൻ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് അത് അടിച്ചെടുത്തു. അപ്പോൾ പ്ലേറ്റൊക്കെ ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു ഭാഗം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗം കൂടെ ഇതേപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലേറ്റ് താഴത്തെ ഭാഗവും മേലത്തെ ഭാഗവും ഫുള്ളായിട്ട് നമ്മൾ അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു അടിപ്പടിക്കുന്ന ടൈമിൽ നമ്മൾ ലോക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത് സിക്കറായിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉടുപ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാ നമ്മുടെ ഉടുപ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഇതെന്തായാലും ഇട്ട് കൊടുക്കാൻ എനിക്ക് കുഞ്ഞുമക്കളൊന്നുമില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു പാവക്കുട്ടിയിൽ ഇതിട്ട് കൊടുത്തിട്ട് നിർവൃതി അടഞ്ഞു. അപ്പോൾ ഈ ഒരു പാവക്കുട്ടി ഇട്ട് കൊടുത്തപ്പോൾ ഇതായിരുന്നു ലുക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.